നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്ന് നാം ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ദിനം 2026 ജൂലൈ മാസം 31-ാം തീയതി, അതായത് 1201 കർക്കിടക മാസം 15-ാം തീയതി. ഇന്ന് ശുക്രവാരം, വെള്ളിയാഴ്ചയാണ്. ഇന്നത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം, 10:30 മുതൽ 12 മണി വരെയുള്ള സമയം. ഇന്നത്തെ സൂര്യോദയം കാലത്ത് തൃശ്ശൂരിൽ 6:17, അസ്തമയം വൈകിട്ട് 6:47. ഇന്നത്തെ തിഥി കർത്തപക്ഷത്തിലെ ദ്വിതീയ തിഥിയാണ്. ചന്ദ്രൻ കർത്തപക്ഷം 5-ാം തീയതി വരെ ബലവാനാണ്. അതിൽ 5-ാം തീയതി വരെ എന്ന് പറഞ്ഞാലും വെളുത്ത വാവ് കഴിഞ്ഞ് പിറ്റേ ദിവസം കർത്തപക്ഷം പ്രഥമ പ്രതിപദം, അത് ദുർബലമായ രിക്താതിഥിയാണ്, ദാരിദ്ര്യമുണ്ടാക്കുന്ന തിഥിയാണ്. അപ്രകാരം ചതുർത്ഥി 4-ാമത്തെ തിഥിയും രിക്ത ഒഴിഞ്ഞ തിഥിയാണ്, ദാരിദ്ര്യം ഉളവാക്കുന്ന തിഥിയാണ്. മറ്റേ തിഥികൾ ദ്വിതീയ, തൃതീയ, പഞ്ചമി, ഈ 3 തിഥികൾ കർത്തപക്ഷം 5-ാം തീയതി വരെ ചന്ദ്രൻ ബലവാനാണെന്ന് അറിയുക. ഇന്നത്തെ നക്ഷത്രം അവിട്ട നക്ഷത്രമാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, അവിട്ട നക്ഷത്രമാണ്. സ്ത്രീകളും നാൽക്കാലികളും സഞ്ചരിക്കാൻ പാടില്ലാത്ത ദിനമാണ്. ഗർഭിണികൾ പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകൾ. ഇന്ന് വെള്ളിയാഴ്ച നക്ഷത്രം അവിട്ട നക്ഷത്രമാണ്. അവിട്ടം ഒരു ശുഭനക്ഷത്രമാണ്. അത് ഉത്രത്രയത്തിൽ പെടുന്നു. ഉത്രമത്തം ചിത്ര, ഉത്രാടം തിരുവോണം, അവിട്ടം, ഉത്രാട്ടാതി രേവതി, അശ്വതി. അതിനാൽ വാങ്ങാനും കൊടുക്കാനും വെള്ളിയാഴ്ചയാണ്. ശുക്രൻ്റെ ധർമ്മമാണ് വാങ്ങൽ കൊടുക്കൽ. ക്രയവിക്രയ കുശലഹ, വാങ്ങലും കൊടുക്കാനും സാമർഥ്യമാണ്. നല്ല ഗാംബ്ലർ പ്ലാനറ്റാണ് ശുക്രൻ. ബുധനും ശുക്രനും ഒന്നിച്ച് വന്നാൽ ലോട്ടറി ലക്കൊക്കെ ധാരാളം ലഭിക്കും. ലോട്ടറി ടിക്കറ്റ് അടിക്കുക, ലോട്ടറി ലക്ക് ലഭിക്കുക, അതിനൊക്കെ ബുധശുക്രന്മാരുടെ യോഗം വളരെ നല്ലതാണ്. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭമുഹൂർത്തം 1:35 മുതൽ 3 മണി വരെയുള്ള സമയം. എല്ലാ ശുഭകാര്യങ്ങൾക്കുമായി സമയം കണ്ടെത്താവുന്നതാണ്. ഇന്ന് പ്രാർത്ഥനയ്ക്കും ദേവീക്ഷേത്രത്തിൽ പോകും. അവിടെ വിളക്കുമാല പായസ വഴിപാട് ചെയ്യുക. പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിൽ. ചൊവ്വ എന്ന ഗ്രഹം നിൽക്കുന്നത് എവിടെയാണ്? സ്ത്രീരാശിയിലാണ്, ഇടവൻ രാശിയിലാണ്. ഇടവത്തിൽ സ്ത്രീരാശിയിൽ ചൊവ്വ വന്നാൽ ചാമുണ്ഡി, ഭദ്രകാളി മുതലായ ദേവതകളെ നമുക്ക് ചിന്തിക്കണം. പുരുഷരാശിയിലാണെങ്കിൽ സുബ്രഹ്മണ്യൻ. അതിനാൽ ദേവീക്ഷേത്ര ദർശനം. നിങ്ങൾക്ക് ഭദ്രകാളി കവചം ചെല്ലാം, ഭദ്രകാളിയുടെ മന്ത്രം ചെല്ലാം. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമഃ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ശോഭനമായ നല്ലൊരു ഇന്നത്തെ ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.